വീഡിയോ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് കേട്ടോ. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് വീഡിയോ, അതും കുർത്തിയിലുള്ള ഒരു ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ആ കുർത്തി, ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി. പിന്നെ ഇതിനൊരു പിങ്ക് ബോർഡർ ഒക്കെ ഉണ്ട്, ഗോൾഡൻ വർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഏതായാലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു കുർത്തി തന്നെയാണ്. അപ്പോൾ ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഇത്. അപ്പോൾ കുർത്തിയൊക്കെ ഇട്ട് പോകുന്നവരുണ്ടാവും, കാരണം ഇപ്പോഴും കുർത്തിയിൽ ഒരുപാട് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതോ അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ആഭരണങ്ങൾ ഇടുന്നതോ ഹെവി മേക്കപ്പ് ഇടുന്നതോ ഒന്നും അല്ല ഒരാളെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അത് ക്യാരി ചെയ്യുന്ന രീതിയാണ്. ചിലപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയ പൈസക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങും, പക്ഷെ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷന് അത് ചിലപ്പോൾ വരണമെന്നില്ല, ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അതാണ്, അത് ക്യാരി ചെയ്യുന്ന രീതിയാണ് നമ്മളെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ മുഖമൊക്കെ ഫേസ് വാഷ് കൊണ്ട് കഴുകിയിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിവ്യയുടെ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറി ഷെയ്ഡുള്ള. ഇനി നമുക്ക് മുഖമൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ന്യൂട്രിഡേം എന്നൊരു മോയ്സ്ചറൈസറാണ്. വൈറ്റമിൻ ഇ ധാരാളമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം. പക്ഷേ എക്സ്പെഷ്യലി നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആകുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഏറ്റവും നല്ലതായിട്ടുള്ളത്. മാത്രമല്ല അത് നമ്മുടെ സ്കിന്നിനെ ഇങ്ങനെ ഓയിലി ആക്കില്ല, എളുപ്പം നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മേക്കപ്പിന് മുന്നൊക്കെ ഒരു ബേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. നല്ലൊരു മോയ്സ്ചറൈസറാണിത്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷന് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ 95cc ക്രീമാണ്. നല്ലൊരു കവറേജ് കിട്ടുന്ന CC ക്രീമാണ് കേട്ടോ ഇത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബേജാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്കിന്ന് കുറച്ച് അലർജിക്കാണ്. അപ്പോൾ ഇനി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡർ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ കൈവിരൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ടൈം എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് മേക്കപ്പ് ഇട്ടതിങ്ങനെ എടുത്ത് കാണിക്കും. കഴുത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, പകരം നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടല്ലേ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്തായാലും കുറച്ച് അത് അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും ബ്ലെൻഡർ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പുരികം വരയാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രഷും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയാനും സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് പുരികം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എവിടെയൊക്കെയാണ് ഗ്യാപ്പായിട്ടുള്ളത് അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ബ്രഷ് എടുത്തിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കും. അപ്പോഴും പുരികം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമ്മുടെ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്റ്റ് പൗഡറോടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെബിലിൻ്റെ മാർബിൾ ഷെയ്ഡുള്ള കോമ്പാക്റ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് വേർക്കുന്നത്, കുറച്ച് ഓയിലി ആയിട്ട് നിൽക്കുന്നത്, അവിടെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കണ്ണിന് ചുറ്റും എപ്പോഴും അപ്ലൈ ചെയ്യും, കാരണം എനിക്ക് കൺമഷി ഇട്ട് കഴിഞ്ഞാൽ പരക്കും. അപ്പോൾ ആ ഒരു ഏരിയ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഐ ഷാഡോ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാങ്കം പാരീസിൽ നിന്ന് ആദ്യം ഒരു ബേസ് കളർ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പം ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഒരു ഷിമറി ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്യാം, കാരണം നമ്മൾ ബ്ലഷോ കോണ്ടോറോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വിചാരിച്ചു കണ്ണിന് മാത്രം കുറച്ച് മേക്കപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ലാക്മി 95ൻ്റെ ഒരു ചെറിയൊരു പാലറ്റ് ഉണ്ട്, അതിൽ നിന്നും ഒരു ഗോൾഡ് ഷിമറി ഷെയ്ഡാണ് എടുക്കുന്നത്, കാരണം കുർത്തിയിൽ വർക്ക് കൂടുതലും ഗോൾഡ് അല്ലേ. അപ്പോൾ അത് ആദ്യം വിരൽ കൊണ്ട് ഒന്ന് ഇന്നർ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ താഴെയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴേ ആ ഒരു ഗോൾഡ് കളർ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും നല്ല ഭംഗി ഉണ്ടാവും. കാജൽ ലാക്മി ഐക്കോണിക്കിൻ്റെ കാജലാണ് എടുത്തിരിക്കുന്നത്, കാരണം അത്
കുറച്ച് അതിൻ്റെ ഒരു ടിപ്പ് തൊട്ടാൽ മതി, നല്ല ഡാർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡാർക്കായിട്ട് ഇരുന്നോട്ടേന്ന്. അപ്പോൾ അതുകൊണ്ട് ലാക്മി ഐക്കോണിക് എടുത്തു. പിന്നെ വാട്ടർ ലൈനും അതുപോലെ ടൈറ്റ് ലൈനും നിങ്ങൾ ചെയ്ത് കൊടുക്കണം, അപ്പോഴേ ആ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഐലൈനർ എടുത്തിരിക്കുന്നത് എസ്ക്യൂഡ് ഐലൈനറാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ബ്ലാക്ക് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല വാട്ടർ പ്രൂഫാണ്. പിന്നെ അതിന് ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടിപ്പ് ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് വരഞ്ഞു കൊടുക്കാൻ പറ്റും. വിങ് ഐലൈനറൊക്കെ വരയാൻ നല്ല സൂപ്പറാണിത് എസ്ക്യൂഡ് ഈ ഒരു ഐലൈനർ. പിന്നെ ഞാൻ നമ്മുടെ വാട്ടർ ലൈനിൽ കൂടെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പോൾ കാജലിങ്ങനെ സ്മഡ്ജ് ചെയ്യാണ്ടിരിക്കും. പിന്നെ മസ്കാര എടുത്തിരിക്കുന്നതും ലാക്മി ഐക്കോണിക്കിൻ്റെ തന്നെയാണ്. നല്ല മസ്കാരയാണ്, നല്ല വോളിയൊക്കെ തരുന്നുണ്ട്, അത്യാവശ്യം വോളിയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ കൺപീലിയൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മസ്കാര കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മെബിലിൻ കളർ സെൻസേഷണലിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. ഒരു ന്യൂഡ് പിങ്ക് കളറാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ ഞാൻ മറന്നുപോയി, എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നതെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എവിടെയെങ്കിലും പുറത്ത് സ്പീഡിൽ പോകുന്ന സമയത്ത് ഞാൻ അധികവും മറക്കാറുള്ളൊരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇത് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നല്ല ലുക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ ഒന്നുകൂടെ കണ്ണിന് താഴെ നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്, അതായത് വേർത്തിട്ട് വീണ്ടും നമ്മുടെ കാജലൊക്കെ സ്മഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലിപ്സ്റ്റിക്ക് എടുത്തിരിക്കുന്നത് കളർ സെൻസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതും ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്, ബോറാവില്ല കേട്ടോ, ഒരു ബോറാവാത്തൊരു ഷെയ്ഡാണിത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് കൂടിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ മറന്നു കേട്ടോ, ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മേക്കപ്പ് ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണിത്. പിന്നെ ഞാൻ കമ്മൽ കുറച്ചൊരു വലിപ്പമുള്ള കമ്മലിടാമെന്ന് വിചാരിച്ചു. ഇതിന് ആകെ 30 രൂപയുള്ളൂ. അടിപൊളിയല്ലേ, അടിപൊളി മാത്രമല്ല നല്ല ലാഭമാണ്. അതുകൊണ്ട് ഞാൻ 2-3 കമ്മലുകൾ വാങ്ങി. ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് റിങ്, അത് ജ്വൽമേഴ്സിൽ നിന്ന് വാങ്ങിയതാണ്. 199 രൂപയ്ക്ക് 2 എണ്ണം ഓഫറിൽ വാങ്ങിയതാണ്. പിന്നെന്താ, ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ പറ്റുമെങ്കിൽ ഫോട്ടോ എടുത്തിട്ടിടാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് സ്റ്റൈലിഷ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കോട്ടൺ സിൽക്ക് പാൻറ് ഇടാം, അല്ലെങ്കിൽ പിങ്ക് ഇടാം, ഗോൾഡൻ കളർ ലെഗിങ്സ് ഇടാം. പിന്നെ അതുപോലെ ദുപ്പട്ട വന്നിട്ട് പിങ്ക് കസവ് ബോർഡറുള്ള ഇടാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഗോൾഡൻ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മുടി അഴിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ, ഏത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അത് ചെയ്യാം. പിന്നെന്താ, പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിങ് ഇട്ടു. പിന്നെ ഇതുപോലെ മൾട്ടി കളർ വളയുണ്ട്, വാച്ച്, കഴുത്തിൽ മാല ഇട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയിലുള്ള ഒരു മേക്കപ്പ് ലുക്ക്. ഈ ഒരു സിമ്പിൾ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള സിമ്പിൾ മേക്കപ്പ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.